നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. സംസ്ഥാനത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ നോക്കുകുത്തിയായി. കരാർ നിയമനവും പിൻവാതിൽ നിയമനവും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ നടക്കുന്നത് നിർഭാഗ്യകരം. പരാമർശം പാലക്കാട്ട് AITUC പ്രക്ഷോഭ ജാഥയിൽ. ജാഥ സംസ്ഥാന സർക്കാർ തൊഴിലും കൂലിയും ഉറപ്പാക്കണമെന്നും കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധം തുടരുന്നു. അന്യായമായ നിരക്ക് വർധനയാരോപിച്ച് ഓങ്ങല്ലൂരിൽ കോൺഗ്രസിന്റെ സായാഹ്ന ധർണ. സമരം വാടാനംകുറിശി ഓങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് ക്ഷേത്രാചാര സംരക്ഷണ സമിതി ആവശ്യമുന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച്. ആനയെഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും ഉൾപ്പെടെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഉത്സവ നടത്തിപ്പ് അസാധ്യമാക്കുമെന്ന് സമിതി ഭാരവാഹികൾ. ദേശമംഗലത്ത് കൃഷിക്ക് ഭീഷണിയായി കാട്ടുപന്നികൾ പെരുകുന്നു. ആറങ്ങോട്ടുകര മണ്ണേങ്കോട് പാടശേഖരത്തിൽ കൃഷിയിറക്കാനാകാത്ത സാഹചര്യമെന്ന് കർഷകർ. വന്യമൃഗ ഭീഷണിക്ക് തടയിടാൻ നടപടി വേണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. പാലക്കാട്ട് AITUC പ്രക്ഷോഭ ജാഥയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ സംസ്ഥാനത്ത് നോക്കുകുത്തിയായെന്ന് ആഞ്ചലോസ് തുറന്നടിച്ചു. കരാർ പിൻവാതിൽ നിയമനങ്ങൾ കേരളത്തിൽ തോന്നിയ പോലെ നടക്കുകയാണെന്നും ഇത് ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്തതാണെന്നും TJ ആഞ്ചലോസ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ തൊഴിലും കൂലിയും ഉറപ്പാക്കുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AITUCയുടെ പ്രക്ഷോഭജാഥ. സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പാലക്കാട്ട് ജാഥയിൽ സംസാരിച്ച AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് ഉയർത്തിയത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനവും കരാർ നിയമനവും സംസ്ഥാനത്ത് തോന്നിയ പോലെ നടക്കുകയാണെന്ന് ആഞ്ചലോസ് പറഞ്ഞു. കരാർ നിയമനത്തിനും കുത്തകവൽക്കരണത്തിനുമെതിരെ രാജ്യത്താകെ ഇടതുപക്ഷം പ്രക്ഷോഭപാതയിലാണ്. എന്നാൽ സംസ്ഥാനത്തെ ഇടതു സർക്കാർ ഇടതുവിരുദ്ധ നയം നടപ്പാക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് ആഞ്ചലോസ് പറഞ്ഞു. ഇത് അംഗീകരിക്കാനാകില്ല. നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് വഴിയാക്കണം. സപ്ലൈകോയിലെയും കാർഷിക മേഖലയിലെയും പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടണം. ഓൺലൈൻ മേഖലയിലെ തൊഴിൽ ചൂഷണത്തിന് പരിഹാരം കാണണമെന്നും ആഞ്ചലോസ് ആവശ്യപ്പെട്ടു. അത്തരം ആവശ്യം ഉന്നയിക്കുമ്പോൾ ഒരു 34 വർഷക്കാലമായി നമ്മുടെ രാജ്യത്തും ലോകത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണത്തെക്കുറിച്ച് എൻ്റെ മുന്നിലിരിക്കുന്നവരെല്ലാം എത്രയോ തവണ പ്രസംഗിച്ചിട്ടുള്ളതാണ്. അവർ പറഞ്ഞത് രാജ്യങ്ങളുടെ അതിരുകൾ ഇല്ലാതാകുന്നു. അതിരുകൾ ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ ചുങ്കമില്ലാതാകുന്നു, ടാക്സ് ഇല്ലാതാകുന്നു എന്നാണ്. ഏത് ഉൽപ്പന്നവും ഏത് രാജ്യങ്ങളിലും കൊണ്ടുവന്ന് വിൽക്കാം. തൊഴിലാളികൾക്കാണെങ്കിൽ ബ്രിട്ടനിലെ, അമേരിക്കയിലെ, ജപ്പാനിലെ തൊഴിലാളികൾക്ക് അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഈ രാജ്യത്തെയും കേരളത്തിലെയും പാലക്കാട്ടെയും തൊഴിലാളികൾക്ക് കിട്ടും. ഇതായിരുന്നു പ്രചരണം. ഞങ്ങൾ വയനാട് ജില്ല പിന്നിട്ടാണ് വരുന്നത്. കാർഷിക മേഖലയിലെ നമുക്ക് നേരിട്ട് കണ്ടാൽ ബോധ്യപ്പെടുന്ന ഒട്ടനേകം അനുഭവങ്ങൾ, വില തകർച്ച. ജാഥ വൈസ് ക്യാപ്റ്റൻ KK അഷറഫ്, ഡയറക്ടർ KG ശിവാനന്ദൻ, K മല്ലിക, വിജയൻ കുനിശ്ശേരി, ചെങ്ങറ സുരേന്ദ്രൻ, KV കൃഷ്ണൻ, KC ജയപാലൻ, എലിസബത്ത് അസീസി, PK മൂർത്തി, മുരളി K താരേക്കാട്, PK നാസർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അന്യായമായ വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ ഓങ്ങല്ലൂരിൽ കോൺഗ്രസിന്റെ സായാഹ്ന ധർണ. ഓങ്ങല്ലൂർ വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കാണ് കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കളായി ഉണ്ടായിരുന്നത്. കാരണം ഇന്ന് നമ്മൾ 100% നേടി എന്ന് അവകാശപ്പെടുകയാണ്. സാങ്കേതികമായി കണക്ഷൻ കൊടുക്കാൻ സാധിക്കാത്ത വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഒഴിച്ച് ഫോറസ്റ്റ് മേഖലയെ പോലെയുള്ള പ്രദേശങ്ങൾ ഒഴിച്ച് എല്ലാവർക്കും ഇന്ന് വൈദ്യുതി ലഭിച്ചിരിക്കുകയാണ്. 957 കേരളത്തിൽ ഐക്യ കേരള പെർമിറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വരുമ്പോൾ 18.36% ആളുകളാണ് വൈദ്യുതി ഉപയോഗിച്ചിരുന്നത്.
രാജ്യത്തെ വൈദ്യുതി ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം കേരളമായിരുന്നു. കാരണം എന്താ? കേരളത്തിലെ വൈദ്യുതി ഉൽപാദനം മഹാഭൂരിപക്ഷം മെഗാ വോൾട്ടേജ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയിൽ നിന്നായിരുന്നു. ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് EP യൂസഫ് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം റിയാസ് മുക്കോളി മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ്, പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ്, KR നാരായണസ്വാമി, മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ അസീസ് പട്ടാമ്പി, UDF കൺവീനർ TT സലീം, ജിതേഷ് മോഴിക്കുന്നം, പഞ്ചായത്ത് അംഗങ്ങളായ AK മുഹമ്മദ് അലി, K മുസ്തഫ, N റസാഖ്, ദിവ്യ ദിവാകരൻ, PP ഉണ്ണികൃഷ്ണൻ, PK അബൂബക്കർ സിദ്ദിഖ്, CP ബാബു, EK സലീം, PK സൈദാലി, KP അബ്ബാസ്, അസ്കർ പോക്കുപടി, ഷാഫി കാരക്കാട്, PK അനസ്, VK ഇമ്പിച്ചിമണി, TP രാജീവ്, KS ഹക്കീം, KP മുഹമ്മദ് അലി, അലി പൊയിലൂർ, ഫൈസൽ കാരക്കാട്, V ഹാരിസ്, സത്താർ മഞ്ഞളങ്ങൽ, KP റഫീഖ്, NT മുസ്തഫ, അസീസ് രാജഗോപാലൻ, ഉമ്മർ പൂവക്കോട്, കാജ ഹുസൈൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് ക്ഷേത്രാചാര സംരക്ഷണ സമിതി ആവശ്യമുന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് സമിതി പ്രതിഷേധ മാർച്ച് നടത്തി. ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും ഉൾപ്പെടെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ക്ഷേത്ര ആചാര സംരക്ഷണ സമിതി പാലക്കാട് കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. ആനയുടമ, സ്റ്റേജ് ആൻഡ് മൈക്ക് സെറ്റ്, വെടിക്കെട്ട്, ക്ഷേത്രകല, വാദ്യസംഘം തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു മാർച്ച്. ആചാരങ്ങൾ പാരമ്പര്യ തനത് രീതിയിൽ തുടരാൻ അനുവദിക്കണമെന്നും നിയന്ത്രണം ഏർപ്പെടുത്തിയിറക്കിയ ഉത്തരവുകൾ പിൻവലിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാട്ടുപന്നി ശല്യം മൂലം കർഷകർ ദുരിതത്തിൽ. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആറങ്ങോട്ടുകര മണ്ണേങ്കോട് പാടശേഖരത്തിൽ ആണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം കർഷകർ ദുരിതത്തിൽ ആയിരിക്കുന്നത്. വിളവെടുക്കാറായ നെല്ല് മുതൽ പുതുതായി നട്ട ഞാറുകൾ വരെ കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണ്. കൂടാതെ മയിലുകളും മറ്റ് ചെറുകിളികളും എല്ലാം കർഷകർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ആറങ്ങോട്ടുകര കൃഷിപാഠശാലയുടെ നേതൃത്വത്തിൽ ഇറക്കിയ 2 ഏക്കറോളം കൃഷിയാണ് കഴിഞ്ഞ ദിവസം പന്നികൾ നശിപ്പിച്ചത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപ നഷ്ടം കണക്കാക്കുന്നതായി കൃഷിപാഠശാല പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര പറഞ്ഞു. അല്ലെങ്കിൽ പന്നിക്ക് വല്ല ഇതും ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അക്ഷരാർത്ഥത്തില് എന്താ പറയാ കരച്ചിൽ വരുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. അത് ഇപ്പൊ 2 ലക്ഷം രൂപയോളം നമ്മളിവിടെ ചെലവാക്കിയിട്ടുണ്ട്. പൈസയുടെ മാത്രമല്ല, നമ്മൾ ഇത്രയും കുട്ടികളെ നോക്കുന്ന പോലെ ഓരോ ദിവസം വന്ന് നോക്കിയിട്ടുള്ള ഒരു നെല്ലിന്റെ സ്ഥിതിയാണ്. ശരിക്കും സങ്കടം. ഇതുകൂടാതെ മറ്റു കർഷകർക്കും നിരവധി നാശനഷ്ടങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കൃഷി ഇറക്കുന്ന സമയം തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് പന്നുശല്യത്തിന് ഒരു പരിഹാരം കാണണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഓരോ വർഷവും കർഷകരുടെ എണ്ണവും കൃഷിയുടെ ഉൽപ്പാദനവും കുറഞ്ഞുവരുന്ന ഈ സാഹചര്യത്തിലാണ് കർഷകരോട് ഇത്തരത്തിലുള്ള അവഗണന നടത്തുന്നതെന്നും കർഷകർ പറയുന്നു. പന്നിശല്യവും മയിൽ ശല്യവും മറ്റു കാട്ടുമൃഗങ്ങൾ പാടത്തേക്കിറങ്ങി നെൽവയലുകൾ നശിപ്പിക്കുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പ് മുഖാന്തരം ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അല്ലാത്തപക്ഷം വരും വർഷങ്ങളിൽ കൃഷി ചെയ്യാനാകാത്ത സാഹചര്യത്തിലാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് ജില്ലയിൽ മൈക്രോ ഫിനാൻസുകാരുടെ ഭീഷണിയും ആക്രമണങ്ങളും തുടരുകയാണെന്ന് നാഷണൽ മഹിളാ ജനത. ഇവർക്കെതിരെ പരാതി നൽകിയാലും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ, പ്രസിഡന്റ് S വിജയലക്ഷ്മി എന്നിവർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പാലക്കാട് ജില്ലയിൽ 15ഓളം മൈക്രോ ഫിനാൻസുകാരാണ് ഗുണ്ടായിസവുമായി രംഗത്തുള്ളതെന്ന് മഹിളാ ജനതാ നേതാക്കൾ ആരോപിച്ചു. ധനവിനിയോഗത്തിന്റെ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാതെ പലിശയ്ക്ക് പണം നൽകിയവർ വീടുകൾ കയറി ഭീഷണി തുടരുകയാണ്. നേരത്തെ പുരുഷന്മാരാണ് പണപ്പിരിവിന് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ സ്ത്രീകളെ ഇറക്കിയാണ് ഗുണ്ടായിസം നടത്തുന്നത്. 10 സ്ത്രീകളെ കൂട്ടി ലോൺ നൽകുന്നത് മുതലാണ് കുരുക്ക് ആരംഭിക്കുന്നത്. മൈക്രോ ഫിനാൻസുകാരുടെ മോശം വാക്കുകളുടെ പ്രയോഗത്തിനും ഗുണ്ടായിസത്തിനുമെതിരെ പോലീസിൽ നിരവധി തവണ പരാതി കൊടുത്തിട്ടും പോലീസ് ഗുണ്ടകളെ സംരക്ഷിക്കുകയാണ്. ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന മൈക്രോ ഫിനാൻസുകാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കാൻ തയ്യാറാവുമെന്നും ഇരുവരും പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ നടപടികൾ നിങ്ങൾ എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതും അവർ ചെയ്യുന്നില്ല. അപ്പൊ ഇനി നമ്മൾക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. നാഷണൽ ജനതാദൾ, മഹിളാ ജനത ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്.
കാരണം ഈ വരുന്ന 19-ാം തീയതി 19/12/2024 ഞങ്ങൾ സമരപരിപാടികളും സത്യാഗ്രഹ സമരവും ഞങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഈ മൈക്രോ ഫിനാൻസ് കമ്പനികൾക്കെതിരെ ശക്തമായി തന്നെ ഒന്നില്ലെങ്കിൽ നമ്മൾ നേരിടേണ്ടി വരുന്നു, ഒന്നില്ലെങ്കിൽ അവരെ കയറി നമ്മൾ തല്ലി പൊട്ടിക്കുക തന്നെ ചെയ്യും തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം മഹിളാ ജനതാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആർ നിലാവർണീസ, പ്രസന്ന ഏത്തനൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന PP മാധവന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. PP മാധവന്റെ തൃശൂർ ഒല്ലൂരിലെ വീട്ടിലെത്തിയാണ് രാഹുൽ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഇന്നലെ രാത്രി തൃശൂരിലെ ഹയാത്ത് ഹോട്ടലിൽ എത്തിയ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഇന്ന് രാവിലെ റോഡ് മാർഗമാണ് ഒല്ലൂരിലെ വീട്ടിലെത്തിയത്. രാഹുൽ ഗാന്ധിക്കൊപ്പം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, VM സുധീരൻ തുടങ്ങിയവരും മന്ത്രി K രാജനും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. അരനൂറ്റാണ്ടോളം ഗാന്ധി കുടുംബവുമായി ചേർന്ന് പ്രവർത്തിച്ച ആളാണ് മാധവൻ. ഡൽഹി എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് PP മാധവൻ അന്തരിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വല്ലപ്പുഴയിൽ വീടിനുള്ളിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ആത്മഹത്യയെന്നാണ് പോലീസ് നിഗമനം. ചെറുകോട് ഇലപ്പുള്ളി മുഖില 62 വയസ്സ്, മകൻ നിഷാന്ത് എന്ന കൊച്ചു 39 വയസ്സ് എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരെയും പുറത്തു കാണാതിരുന്നതിനെ തുടർന്ന് അയൽവാസികൾ അന്വേഷിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആത്മഹത്യയെന്നാണ് പോലീസ് നിഗമനം. സാമ്പത്തിക പ്രശ്നങ്ങളാണ് മരണത്തിന് കാരണമെന്ന് കരുതുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്കും വായനശാലകൾക്കും MLA ഫണ്ട് ഉപയോഗിച്ച് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കൊപ്പം സിൻഡിക്കേറ്റ് മാൾ കൾച്ചറൽ സെന്ററിൽ നടന്ന വിതരണ ചടങ്ങ് മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിപ്ലവങ്ങളും വന്നത് ആത്മീയ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും മറ്റേത് മേഖലയിലും സാമൂഹികമായ പുരോഗതിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പുസ്തകങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുസ്തകം വായിക്കുന്നത് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമസഭയുടെ നേതൃത്വത്തിലുള്ള ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ് MLAമാർക്ക് 3 ലക്ഷത്തോളം വരുന്ന പുസ്തകങ്ങൾ കൊടുക്കാനുള്ള പെർമിഷൻ MLA ഫണ്ടിൽ കിട്ടിയത്. ചടങ്ങിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷയായിരുന്നു. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി T സത്യനാഥൻ സ്വാഗതം പറഞ്ഞു. മുൻ BPC മനോജ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നോവലിസ്റ്റ് സുധാ തെക്കേമഠം മുഖ്യാതിഥിയായി പങ്കെടുത്തു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, വിളയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ, മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് അംഗം നീരജ്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബര ടീച്ചർ, പഞ്ചായത്ത് അംഗം നീലടി സുധാകരൻ, പട്ടാമ്പി AEO ബാബുരാജൻ, മുജീബ് കരുവാൻകുഴി, സലീം മാലിക്, മുഹമ്മദ് റഫീഖ്, T ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പിരായിരി ഗവൺമെന്റ് LP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറീന ബഷീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M നസീർ, പിരായിരി പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സഫിയ, രാജമ്മ എന്നിവരും പഞ്ചായത്ത് അംഗങ്ങളായ വിനീത, ഷമീർ, സുമതി, റഫ്തുനീസ എന്നിവരും പൂർവ്വ വിദ്യാർത്ഥി ചെയർമാൻ സുദർശൻ, വൈസ് ചെയർമാൻമാരായ രവീന്ദ്രൻ, സുഹൈബ്, പൂർവ്വ വിദ്യാർത്ഥികളായ മുജീബ് ഇരിപ്പക്കാട്, രാജഗോപാലൻ, ഹരിദാസൻ, സുനിൽ, ജയരാജ്, അഫ്സൽ, സ്റ്റാഫ് സെക്രട്ടറി MK മുബാറക്, പ്രധാന അധ്യാപിക സീതാലക്ഷ്മി, PTA പ്രസിഡന്റ് റഷീദ്, SMC ചെയർമാൻ N പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കളരിപ്പണിക്കർ ഗണക കണിശ സഭയുടെ 2025 വർഷത്തെ കലണ്ടർ പ്രകാശനം ലക്കടി കിള്ളിക്കുറിശി മംഗലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ നടന്നു. തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കലണ്ടർ പ്രകാശനം നിർവഹിച്ചു. KGKS സെക്രട്ടറി മംഗലം വിജയരാഘവ പണിക്കർക്ക് കലണ്ടർ നൽകിയാണ് പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പ്രകാശനം നിർവഹിച്ചത്. മുളഞ്ഞൂർ സുരേന്ദ്ര പണിക്കർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിനെ പൊന്നാടയണിയിച്ചു. ജ്യോതിഷ സഭാ പ്രസിഡന്റ് ശ്രീവത്സൻ പണിക്കർ, ആലൂർ സജിത്ത് പണിക്കർ, രാഹുൽ പണിക്കർ, രവി നാഗലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും.
സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. സംസ്ഥാനത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ നോക്കുകുത്തിയായി. കരാർ നിയമനവും പിൻവാതിൽ നിയമനവും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ നടക്കുന്നത് നിർഭാഗ്യകരം. പരാമർശം പാലക്കാട്ട് AITUC പ്രക്ഷോഭ ജാഥയിൽ. ജാഥ സംസ്ഥാന സർക്കാർ തൊഴിലും കൂലിയും ഉറപ്പാക്കണമെന്നും കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധം തുടരുന്നു. അന്യായമായ നിരക്ക് വർധനയാരോപിച്ച് ഓങ്ങല്ലൂരിൽ കോൺഗ്രസിന്റെ സായാഹ്ന ധർണ. സമരം വാടാനംകുറിശി ഓങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് ക്ഷേത്രാചാര സംരക്ഷണ സമിതി ആവശ്യമുന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച്. ആനയെഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും ഉൾപ്പെടെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഉത്സവ നടത്തിപ്പ് അസാധ്യമാക്കുമെന്ന് സമിതി ഭാരവാഹികൾ. ദേശമംഗലത്ത് കൃഷിക്ക് ഭീഷണിയായി കാട്ടുപന്നികൾ പെരുകുന്നു. ആറങ്ങോട്ടുകര മണ്ണേങ്കോട് പാടശേഖരത്തിൽ കൃഷിയിറക്കാനാകാത്ത സാഹചര്യമെന്ന് കർഷകർ. വന്യമൃഗ ഭീഷണിക്ക് തടയിടാൻ നടപടി വേണമെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.